കേട്ടോ കുട്ടികളെ? അപ്പൊ ലാ തിരിച്ചിട്ടാ ഥ. ഈ 56 അക്ഷരങ്ങളും അത് തന്നെയാണ് നമ്മൾ തിരിച്ചു മറിച്ചുവിട്ട അത് തന്നെയാണ് മലയാളം. കേട്ടോ? അയ്യോ മക്കളെ നേരെ എഴുതു മക്കളെ, ഇത്ര നാൾ ഞാൻ പഠിപ്പിച്ചതല്ലേ. എന്നാ മക്കളെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി എനിക്ക് സായിപ്പിനെ ഒറ്റയ്ക്ക് കുറച്ച് മലയാളം പഠിപ്പിക്കണം. സായിപ്പേ കം കം എന്റെ കൂടെ വരൂ. കായ്ക്ക കായ്ക്കങ്ങ സായിച്ച ചായ്ച്ചങ്ങ ഗായിത്ത ദായിത്തന പായിപ്പ ബായിപ്പമ ഭായിപ്പ ഭായിപ്പമ യാരാ ലാ വാ ഷാ ഷാ സാഹ ഛ ഇത്ര ഇല്ല. ആഹാ, ഇയാളെ മലയാളം പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട സായിപ്പേ, മലയാളികൾക്ക് പോലും ഇത് മൊത്തം അറിഞ്ഞൂടാ. ഈശ്വരാ, ഇയാളെ ഞാൻ എങ്ങനെ മലയാളം പഠിപ്പിച്ചെടുക്കുവോ എന്തോ. മലയാളം പഠിക്കണമെങ്കിൽ ആദ്യം മലയാളികളെ അറിയണം. You know the Kerala politicians? No, I know only Sonia Gandhi. She's Italian, my place. Okay, you know Mr. Achyutanandan? Achyutanandan, no. He's our chief minister. Oh. Okay, you know our film stars? You're movie actors? Yes, Mr. Mammootty, Mr. Mohanlal, Mr. Suresh Gopi, Mr. Manas K. Jain, Mr. Jairam, Mr. Prithviraj. Heroines പേരെന്താ? കൊള്ള സായിപ്പ്, നടികളുടെ പേര് തന്നെ അറിയണമല്ലേ? പടം വരയ്ക്കാനാണെന്ന് പറഞ്ഞ് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാരെ വിളിച്ചിറക്കൊണ്ട് വന്നിട്ട് ഇതാണോ? മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇത് കേരളമാണ്. അടിച്ചതിനെ മോന്തം ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ പെരുമാറണം? Please, 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 please. There is no misunderstanding. There is nothing between us. No, there is nothing between us. There is nothing between us. I'm stop. അയാളുടെ മുമ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ അയാൾ എനിക്ക് പണം തരുന്നത്. അപ്പൊ പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യോ? This is my profession. ഇതിൽ ഏർപ്പെടുന്ന സായിപ്പിന്റെ മുന്നിൽ കുളിക്കുകയും ചെയ്യുന്നതാണോടി നിന്റെ പ്രൊഫഷൻ? നീ പെമ്പിള്ളേരെ മാത്രമേ കുളിപ്പിക്കുള്ളൂ. ഇങ്ങോട്ട് ഇനി നീ നന്നായിട്ടൊന്ന് കുളിക്കും, ഞാനൊന്ന് വരയ്ക്കട്ടെ. ആയിട്ടില്ല, ആയില്ലേ? ഒരു പ്രാവശ്യമൊക്കെ കണ്ടാ മതി, ബാക്കിയൊക്കെ നീ മനസ്സിൽ സങ്കല്പിച്ചങ്ങ് വരച്ചാൽ മതി. നിന്റെ ഇറ്റാലിയൻ നമ്പർ എന്ന് പറഞ്ഞ ചെറാകത്തിന് കേട്ടോ. സായിപ്പാണ് ശരിയല്ല, സായിപ്പാണ് ശരിയല്ല. ലീവ് അവന്റെ ഉദ്ദേശം വേറെ. അല്ലെങ്കിൽ മലയാളി പെൺകുട്ടികളെ കാണുമ്പോ ഈ സായിപ്മാർക്ക് പണ്ട് മുതലേ ഒരു പ്രത്യേക താല്പര്യമാണ്. പ്രശസ്തമായ ലേഡി പാത്തിന്റെ ചിത്രമാണ് അയാളുടെ മോഡലാക്കി വരയ്ക്കുന്നത്. വെറുതെ ഇങ്ങനെ ശല്യം ചെയ്തതിന്റെ ചാൻസ് കളയരുത്. എന്തെങ്കിലും ചെയ്യ്. അമ്മാവാ, എന്തിനാണോ ഇങ്ങനെ അടുത്ത് വന്ന് കൂവുന്നേ? എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ആറ്റല്ലേ കുഴപ്പം? അമ്മാവനും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഈ ഏർപ്പാടെന്ന് എനിക്കിപ്പോ അറിയണം. എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ വേണ്ടത്? സായിപ്പിന്റെ മുന്നിൽ പടം വരയ്ക്കാൻ ശില്പ പോസ് ചെയ്യുന്നത് അമ്മാവന്റെ സമ്മതത്തോടു കൂടിയാണോ? അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. ഇതേ നമുക്ക് കുറച്ച് കാശ് കിട്ടുന്ന ഏർപ്പാടാ. അപ്പൊ കാശ് കിട്ടുന്ന ഏത് ഏർപ്പാടും നമ്മൾ കൂട്ടു നിൽക്കും. അങ്ങനെ ഏതേർപ്പാടിനും കൂട്ടു നിൽക്കുന്നവനൊന്നും അല്ല ചണ്ടക്കാരൻ പത്മനാഭൻ. നീ ഇങ്ങനെ ഓർന്ന് കല്ലുകൊള്ളാൻ മാത്രം ഞാൻ അവളെ ഫാഷൻ ഷോയ്ക്കും മെഗാ സീരിയലിനൊന്നും അല്ലല്ലോ വിട്ടത്. രവിവർമ്മ ചിത്രങ്ങൾക്ക് മോഡലാകാനല്ലേ? ചേട്ടാ, വയ്യാണ്ടായി ഈ പഴയ ചണ്ടക്കാരനെ കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല മോനെ. എനിക്ക് ആദ്യം ചമ്മലായിരുന്നു. സന്തോഷമാകും. എന്താ നിന്റെ ഉദ്ദേശം? ഏട്ടാ പ്രസാദം. ഇവളുടെ കൂടെ വഷളാവണം നിന്റെ ഭാവം. ഏട്ടാ ഞാൻ കൂടെ കൊണ്ടുവരുന്ന എന്റെ അനിയത്തെ കൂടെ സായിപ്പിന്റെ മുന്നിൽ പോസ് ചെയ്യിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് ഓടി വീട്ടില്ലേ നേരാ ഇവളോടെ കറങ്ങി നടക്കുന്നത് ഞാൻ കാണരുത്. വയ്ക്കോ. എന്താ ചെയ്തൊക്കെ? ആദ്യം ഞാനത് വിശ്വസിച്ചില്ല, പിന്നീട് അറിഞ്ഞപ്പോ എങ്ങനെ എങ്ങനെ നിനക്കിതിന് മനസ്സ് വന്നു? ഞാൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ ശ്രീ? വലിയ വലിയ സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പോ നീ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം, അത് അതുകൊണ്ട് മാത്ര. എന്താ ഇത്? ചേട്ടൻ എന്നും ഇങ്ങനെ ചേട്ടനോട്ടി നടന്നാ മതിയോ? അതിന് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെടുന്നത്. ഇവിടെ തങ്കിനാടി പിള്ളേരെ മലയാളം പഠിപ്പിച്ച ജീവിതം പാഴാക്കാതെ മലയാളം അറിഞ്ഞുകൂടാത്ത വിദേശ മലയാളികളുടെ മക്കളെ മലയാളം പഠിപ്പിച്ച് ഇറ്റലി പോയി 10 കാശുണ്ടാക്കാൻ നോക്കാം. സായിപ്പ് കൊണ്ടുപോകോ എന്തോ. എല്ലിമുളങ്കാടുകളിൽ ഹല്ലലലം പാടി വരും സായിപ്പേ, പൊന്ന സായിപ്പേ.
എല്ലിമുളങ്കാടുകളിൽ ഹല്ലലലം പാടി വരും സായിപ്പേ എന്റെ സായിപ്പേ. ഫോർ മദർ അമ്മ. മാ അമ്മ അമ്മ മാ അയ്യോ സോറി. അമ്മേ, അല്ലെങ്കിൽ സായിപ്പന്മാർക്ക് ഇന്നൊരു വിചാരമല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വെരി നൈസ് ദീസ് ഫ്ലവേഴ്സ്. വാട്ട് ഈസ് ദിസ് ഫ്ലവേഴ്സ്? ഇത് പിച്ചിപ്പൂ സായിപ്പേ, പിച്ചിപ്പൂ. നൈസ് നെയിം. പിച്ചപ്പൂ. പിച്ചല്ല, ചായക്കൊരു വള്ളിയിടും പിച്ചിപ്പൂ. പിച്ച അല്ല പറയാ പിച്ചില്ലേ. അയ്യോ അല്ല അത് പറഞ്ഞു. എച്ചി എച്ചിന്ന് കേട്ടിട്ടില്ലേ? എച്ചി ഇടച്ചി, അപ്പൊ പിച്ചിന്ന് വരും. അയ്യോ ഇയാളെ മലയാളം പഠിപ്പിക്കാൻ പറ്റുമോ? നീ അക്ഷരവല്ലിയോ നോക്കട്ടെ. അപ്പൊ കണ്ടോ മൂക്കുവാണിക്ക് സായിപ്പേ മൂക്കിങ് ഉണ്ടാ? അതെ പോരട്ടെ പോരട്ടെ സായിപ്പേ. അയ്യോ സായിപ്പ് മലയാളം പഠിച്ചു, സായിപ്പ് പഠിച്ചു. ഇത് തന്നെ സായിപ്പേ ചി, മനസ്സിലായോ? ഇതാണ് ചി. അത് ഇത് പോക്കറ്റിൽ പോക്കറ്റ് വേണോന്നോ? മലയാളം പറയാൻ പഠിച്ചു. മലയാളം ഈസ് വെരി 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 ഈസി. ഈസി. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, മലയാളത്തിൽ ഒരക്ഷരം പറയാൻ സായിപ്പ് മൂക്കിൽ നാരിട്ടെങ്കിൽ ബാക്കി അക്ഷരങ്ങൾ മുഴുവൻ പറയാൻ ഇവിടെ എന്തൊക്കെ നടക്കുവോ എന്തോ. എന്തായിരുന്നു ടെസ്റ്റിംഗ് ഇങ്ങനെ എതിർക്കുന്നത്? ആ ചിത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഇതെന്ത് മനസ്സിലാക്കാനാ? രാജ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു ഗ്രീൻ പെയിന്റിംഗ് ലേഡി ബാത്തിന്റെ ക്ലൈമാക്സ്. വിളിച്ചിട്ട് വരുന്ന തമ്പുരാട്ടി കൊട്ടാരത്തിന്റെ മുന്നിലെത്തുമ്പോ കയ്യിലിരുന്ന കച്ച താഴേക്ക് വീഴുന്നു. അതെടുക്കാനായി കുനിയുമ്പോ തമ്പുരാട്ടിയുടെ മേൽമുണ്ട്. പിന്നെ അഴിഞ്ഞു വീണ മേൽമുണ്ട് വാരി പുണർന്നുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ആരുടെയോ വിളി ശ്രദ്ധിക്കുന്ന തമ്പുരാട്ടി. ഈ ചിത്രം രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വലിയ കലാകാരന് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കാൻ മറ്റൊരു കലാകാരൻ എത്തിയിരിക്കുക. ശില്പ, രവിവർമ്മയുടെയും സായിപ്പിന്റെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ നീ നിന്നു കൊടുക്കുമ്പോൾ കൈവിട്ടു പോകുന്നത് നമ്മളുടെ സ്വപ്നങ്ങളും ജീവിതമാണ്. അത് നീ മറക്കണ്ട. ഞാൻ സുധർമ്മൻ, കിളിമാനൂർ കൊട്ടാരവുമായി ബന്ധമുള്ള ചിത്രകാരനാണ്. എന്താ ഇവിടെ? രാജാ രവിവർമ്മയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനിടയിൽ സുഗന്ധി എന്നൊരു മോഡലിനെ പരിചയപ്പെട്ടിരുന്നു. അവളും നിങ്ങളെപ്പോലെ സുന്ദരിയായിരുന്നു. പറയാം. പടം വരയ്ക്കുന്നതിനിടയിൽ രവിവർമ്മ അറിയാതെ സുഗന്ധിയുമായി പ്രണയത്തിലായി. അവൾക്കും വർമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യെന്നായി. ഇതൊക്കെ എന്നോട് പറയുന്നത്? ഇന്നലെ കൊട്ടാരത്തിൽ വന്ന കീഴ്പ്പാടം തിരുമേനിക്ക് ഒരു ദർശനമുണ്ടായി. എന്ത് ദർശനം? മറ്റൊരു സുഗന്ധിയെയും രവിവർമ്മയും തിരുമേനി കണ്ടു. എവിടെ കണ്ടു? കീഴ്പ്പാടത്തിന് ഒരിക്കലും തെറ്റാറില്ല. കണ്ടത് ഇവിടെയാണ്, എന്റെ കൺമുന്നിൽ. മറ്റൊരു സുഗന്ധിയും രവിവർമ്മയും. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? മറ്റൊരു സുഗന്ധിയും രവിവർമ്മയുമാകാൻ താല്പര്യമുണ്ടോ? ഒന്നുകൂടി അറിഞ്ഞോ, പ്രണയബദ്ധരായ സുഗന്ധിക്കും രവിവർമ്മയ്ക്കും ഇടയ്ക്കെവിടെയോ വെച്ച് വഴിപിരിയേണ്ടി വന്നു. Are you interested, Mr. Fabry? അന്ന് സുഗന്ധിയും രവിവർമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് ശില്പയും ഫാബ്രിയും. വരൂ. എന്താ? എന്താണെങ്കിലും പറഞ്ഞോളൂ. കൊട്ടാരത്തിൽ ചില ശകുനങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞത് ശരിയായിരിക്കാം. ഇയാളുടേത് ഒരു പ്രത്യേകതരം ജാതകമാണ്. ചില സാമ്യങ്ങൾ. ഈ ജാതകം ഞാൻ കീഴ്പ്പാടം തിരുമേനിയെ ഏൽപ്പിക്കാം. എന്തെങ്കിലും കുഴപ്പം? മുകളിൽ ഒരാളില്ലേ, എല്ലാം അതുപോലെ നടക്കൂ. പിന്നെ മണ്ണൂർ മുരളീധര പണിക്കരെ വിളിച്ച് ഞാൻ പറയാം. ഒരു ഹോമം നടത്തണം. ഹോമം?
ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരം പുരുഷായ പരാത്മനെ സ്വാഹാ. ഇനി എഴുന്നേൽക്കാം, എല്ലാം മംഗളാവും. Look at that star, that one over there. Hey, it's beautiful. And that star is just like you. Excuse me, ഞാൻ ജോർജ് വിലങ്ങപ്പാറ, ഒരു പെയിന്ററാണ്. ഹായ്. ഹലോ. ഹലോ. നിങ്ങളെ കുറിച്ച് കൊട്ടാരത്തിൽ നിന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഈ പാടം തിരുമേനിയും പറഞ്ഞു. ഇത് ഞാൻ വരച്ച പെയിന്റിങ്ങുകളാണ്. ഇതിലൊന്ന് നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഞാൻ വന്നത്. സൂക്ഷിച്ച് നോക്കിക്കോളൂ. ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാന്നുള്ളത് വെറും സ്വാഭാവികം മാത്രമാണ് എന്ന് കരുതി അവർ കല്യാണം കഴിച്ചോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ മദാമ്മ ഫാബ്രിയുടെ വെറും ഒരു കൂട്ടുകാരി മാത്രമായിരിക്കാവുന്നേ. അപ്പൊ അയാൾ ചെയ്തൊന്നും തെറ്റില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? മോളെ, നമ്മൾ ഈ കേരളത്തിൽ പെണ്ണ് കാണാൻ പോകുന്ന പോലെ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് കാരണവന്മാരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒന്ന് നോക്കി നിന്നിട്ട് നേരെ കല്യാണ പന്തലേ പോകുന്ന ഏർപ്പാടൊന്നും സായിപ്പന്മാർക്കില്ല. ആദ്യം അവര് കൂട്ടുകാരാവും. അങ്ങനെ കൂടി ഒരു വർഷമൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിച്ചു നോക്കും. ആ പരീക്ഷണവും ഒരു വർഷത്തോളം നീളും. അത് കഴിഞ്ഞ് അവര് കല്യാണത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ കൊച്ചിയിലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളൊരു രണ്ടാം വീട്ടുകാരനായിട്ട് കാണാൻ കഴിയുള്ളൂ. ഹായ് ശില്പ. ശില്പ, ഇത് ഇറ്റലിയല്ല. എനിക്ക് നിങ്ങളുടെ രീതികളായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഇറ്റലിയിലെ ആ പെൺകുട്ടിയെ പ്രണയിച്ച നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് പ്രണയം. നാളെ ഇത് മറ്റൊരു പെൺകുട്ടിയോട് ആവില്ലെന്ന് എന്താണ് ഉറപ്പ്? എനിക്ക് നഷ്ടപ്പെട്ടത് പോയിക്കോട്ടെ, പക്ഷെ ഒരു മലയാള പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ചേച്ചി, ചൂടുള്ള വാർത്ത. ദമയന്തിയെ കാണാനില്ല. നല്ല പീഡന കേസായിരിക്കും. ആരാണ് ദമയന്തി? വല്ല സീരിയൽ നടിയാണോ? അത് ഇന്ന് പത്രത്തിൽ നല്ല ചെലവായിരിക്കുമല്ലോ. പറഞ്ഞാ ഏത് നടിയാ നോക്കട്ടെ. വല്ല 35 കോടി ആയിരിക്കും. അയ്യോ സാറേ, സീരിയൽ നടിയൊന്നും. രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ഒരു പെയിന്റിങ്ങിന്റെ പേരാ ദമയന്തി. ഓഹോ, അങ്ങനെ. കൊട്ടാരത്തിൽ നിന്നും പെയിന്റിങ് മോഷണം പോയി. അത് ശരി. അപ്പൊ ഒരു പണി നീ തന്നെ വായിച്ചോ. നമുക്ക് നമ്മുടെ ഭരണകാലത്ത് എന്തൊക്കെയാണോ നടക്കുന്നേ? വിഗ്രഹ മോഷണം, സ്വർണ്ണക്കട കൊള്ള, ATM കവർച്ച, വന്നിപ്പോ രവിവർമ്മ ചിത്രം വരെ മോട്ടിക്കാൻ തുടങ്ങിയിരിക്കുക. കൊട്ടാരത്തിൽ നിന്ന് ഇപ്പൊ മുഖ്യന്റെ ഓഫീസിലേക്ക് വിളിച്ചിരുന്ന അതിന് ആഭ്യന്തരം എനിക്കല്ലല്ലോ. അല്ല, ആഭ്യന്തരമന്ത്രി എന്താ ഏതാണ്ട് കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തൊണ്ടി കണ്ടെത്തും. ഓ, തൊണ്ടി കണ്ടെത്തും. എടോ, ഇതങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. ഇത് കൊട്ടാരവുമായി ബന്ധപ്പെട്ട കേസാ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ മുഖ്യമന്ത്രി തന്നെ ചെന്ന് പടം വരച്ചു കൊടുത്തേരെ. വരച്ചു കൊടുക്കൂടൂ. പക്ഷേ മുഖ്യമന്ത്രി അല്ല, സാക്ഷാൽ രവിവർമ്മ തന്നെ. രവിവർമ്മയോ? രവിവർമ്മയെ പോലെ രവിവർമ്മ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ഇറ്റാലിയൻ പെയിന്റർ. എന്തോന്നായുള്ള പേര്? ലാറിയെന്നോ ബെക്കറെന്നോ? ലാറിയും ബെക്കറൊന്നും അല്ല സർ, ലോറൻസോ ഫാബ്രി. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു മോഡലിനെ വെച്ച് അയാൾ പുനർജനിപ്പിച്ച രവിവർമ്മ ചിത്രങ്ങൾക്ക് അന്തർദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ വിളിക്കണോ അയാളെ? അയാളെ കൊണ്ട് ഈ ദമയന്തി ചിത്രം പുനർജനിപ്പിച്ച് കൊട്ടാരത്തിൽ വയ്ക്കും. വെറുതെ ഇറ്റലി കിടക്കുന്ന ആളെ വിളിച്ചു വരുത്തി ചെല്ലും ചെലവും കൊടുത്ത് ഖജനാവിലെ കാശ് മുടിപ്പിക്കണോ? ഇതൊക്കെ നമ്മുടെ പോലീസുകാരെങ്ങ് നോക്കിക്കോളും. പോലീസ് നോക്കിക്കോട്ടെ, നോക്കി നിന്നോട്ടെ. പക്ഷേ സായിപ്പ് ചിത്രം വരയ്ക്കും.
വെൽക്കം സർ. നമസ്കാരം. പ്ലീസ് കം. Now I welcome Miss Shilpa, the tour manager, to come forward. No. No. Come on, start. This is my place. Do you want to spoil my peace of mind? Okay? ഫോട്ടോ എടുത്തോണ്ട് നിൽക്കാതെ പോയി പെട്ടെടുക്കാൻ നോക്ക്. ശ്രീ, എന്താ ശില്പ ഇത്? നിനക്കറിയില്ലായിരുന്നോ ആ സായിപ്പ് കൂടെ ഈ ടൂർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെന്ന്? അതിനെന്താ? അയാളോട് ഉൾപ്പെട്ട ഈ ഗ്രൂപ്പിന്റെ മാനേജരായി നീ ഇനി ഇവിടെ നിൽക്കരുത്. ശ്രീകുട്ടൻ എന്താ ഈ പറയുന്നത്? എല്ലാം അവസാനിപ്പിച്ചല്ലേ? ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എന്നെ നോക്കാൻ എനിക്കറിയാം. നീ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ എന്നോടൊപ്പം ഇവിടെ ഇറങ്ങണം. എന്താ അബദ്ധം ശ്രീ പറയുന്നത്? അയാളിവിടെ ഉണ്ടെന്ന് വെച്ച് ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ച് പോണോ? നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. അമ്മയോട് ഞാൻ എന്ത് പറയും? ശ്രീ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട. I'm just doing my duty. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. എന്നെ വിട് ശ്രീ.